നമസ്കാരം. കാവ്യമുണ്ട്, കറുപ്പുമുണ്ട്, പൊൻകുരിശ്, താലിമാല തുടങ്ങി അന്യ മതവിഭാഗങ്ങളുടെ പൂജാവസ്തുക്കളടക്കം വിൽക്കുന്നത് ഹറാമല്ലേ? ഇത് എൻ്റെ ചോദ്യമല്ല, രാമസിംഹൻ അബൂബക്കറിൻ്റെ ചോദ്യമാണ്. അതായത് ഈ ഇതര മതസ്ഥരായിട്ടുള്ളവർ ക്രിസ്തുമസ് ആഘോഷിക്കുന്നതിനെ വിമർശിച്ച മുസ്ലിം പണ്ഡിതനെതിരെയാണ് സംവിധായകനായിട്ടുള്ള രാമസിംഹൻ അബൂബക്കർ രംഗത്തെത്തിയിരിക്കുന്നത്. നമുക്കറിയാമല്ലോ, ഈ ക്രിസ്മസ് സ്റ്റാർ, ക്രിസ്മസ് ട്രീ, സാന്താക്ലോസ്, പുൽക്കൂട്, ക്രിസ്മസ് കേക്ക് മുറിക്കൽ തുടങ്ങിയ ആചാരങ്ങളും ആഘോഷങ്ങളുമൊക്കെ അതുപോലെ തന്നെ ഈ ആരാധനയുമെല്ലാം മുസ്ലിം സമുദായത്തിലേക്ക് പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുന്നതിനെതിരെ വളരെ വലിയ ജാഗ്രത പാലിക്കണമെന്നാണ് SYS നേതാവായിട്ടുള്ള അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവ് അദ്ദേഹത്തിൻ്റെ തന്നെ ഫേസ്ബുക്കിലൂടെ ആഹ്വാനം ചെയ്തിരുന്നത്. അതായത് ക്രിസ്മസ് ട്രീ ഉപയോഗിക്കുന്നത്, ക്രിസ്മസിൻ്റെ നക്ഷത്രം ഉപയോഗിക്കുന്നത്, വീടുകളിൽ കേക്ക് മുറിച്ച് കഴിക്കുന്നത് അടക്കമുള്ള കാര്യങ്ങൾ. അപ്പോൾ ഇത്തരത്തിലുള്ള ആചാരങ്ങൾ, ആഘോഷങ്ങൾ, ആരാധനകൾ ഒക്കെ ഈ മുസ്ലിം സഹോദരങ്ങളിലേക്ക്, മുസ്ലിം സമുദായത്തിലേക്ക് തന്നെ പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുന്നു എന്നൊക്കെയാണ് ഇദ്ദേഹത്തിൻ്റെ വാദം. ഇത് വലിയ പ്രതിസന്ധികൾ ഉണ്ടാക്കും, അതുകൊണ്ട് ജാഗ്രത പാലിക്കുക എന്നാണ് SYSൻ്റെ നേതാവായിട്ടുള്ള ഈ അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവ് എന്ന് പറയപ്പെടുന്ന വ്യക്തി തൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ കുറിച്ചിരിക്കുന്നത്. അത്തരത്തിൽ ഒരു ആഹ്വാനം ചെയ്യുവാനുണ്ടായ ചേതോവികാരം എന്താണ്? എല്ലാവരും ആഘോഷിക്കട്ടെ, ലോകം മുഴുവൻ ആഘോഷിക്കുന്ന ഒരു ആഘോഷവേളയാണ് ക്രിസ്മസ് രാവുകൾ എന്ന് പറയപ്പെടുന്നത്. ക്രിസ്തുമസ് എന്ന് പറയപ്പെടുന്നത് തന്നെ ലോകത്തെ നാനാജാതി മതസ്ഥരായിട്ടുള്ള ജനങ്ങൾ വളരെ സന്തോഷപൂർവ്വം ആഘോഷിക്കുന്ന ഒരു വേള കൂടിയാണ്. ഇന്ത്യയിലും കേരളത്തിലും ഒക്കെ അത് വളരെ പ്രചാരം നേടിക്കഴിഞ്ഞു. ലോകത്തിൻ്റെ 208, 209 വരുന്ന രാജ്യങ്ങളിൽ ഇത് വളരെ തനതായി ആഘോഷിക്കപ്പെടുന്നുണ്ട്. ലോകം മുഴുവൻ ക്രിസ്തുദേവനെ ആരാധിക്കുകയും മുക്തവനെ ആചരിക്കുകയും ആ ആരാധനകളിൽ പങ്കെടുക്കുകയും ആ ആഘോഷങ്ങളിൽ ഒത്തുചേരുകയും ചെയ്യുമ്പോഴാണ് സന്തോഷമുണ്ടാകുന്നത്. അതിൻ്റെ ഒരു നിർവൃതി അടയുന്നുമുണ്ട്. അത്തരത്തിൽ ആ ഒരു നിർവൃതി ഇപ്പോൾ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കം ക്രിസ്മസിൻ്റെ സന്ദേശങ്ങൾ ജനങ്ങളിലേക്ക് എത്തുന്നു. ക്രിസ്തുമസുമായി ബന്ധപ്പെട്ടിട്ട് ക്രിസ്ത്യാനികൾ അടക്കമുള്ളവർ മാത്രമല്ല, രാജ്യത്തിന് ഉപകാരപ്രദമായ നടപടികൾ സ്വീകരിച്ചവരാണ് ക്രിസ്ത്യാനികൾ എന്ന് പറയുന്ന തരത്തിൽ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കം പറയുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നു. മാത്രമല്ല, ക്രിസ്മസിനെ നാനാജാതി മതസ്ഥരും, അത് ഹിന്ദുക്കളാവട്ടെ, ക്രിസ്ത്യാനികൾ മാത്രമല്ല, ഹിന്ദുക്കളാകട്ടെ, മുസ്ലിങ്ങളാകട്ടെ, അതുമായി ബന്ധപ്പെട്ട് വരുന്ന എല്ലാവരും, പാഴ്സിയാവട്ടെ, ജൈനാവട്ടെ, ബുദ്ധനാവട്ടെ, ബുദ്ധിസ്റ്റുകളാവട്ടെ, ആരാണെങ്കിലും ക്രിസ്തുമസ് ആഘോഷിക്കുന്നു എന്നുള്ളതാണ്. ആ ക്രിസ്തുമസിന് എതിരായിട്ടൊരു വാദം പറയുക എന്ന് പറയപ്പെടുന്നത് തലയ്ക്ക് ഓളമുള്ളവർക്ക് മാത്രം സംഭവിക്കുന്നതാണ് എന്ന് പറയേണ്ടി വരുന്നു. ഇതിനാണിപ്പോൾ ഒരു മറുപടിയുമായിട്ട് രാമസിംഹൻ തൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറഞ്ഞിരിക്കുന്നത്. ആ ഫേസ്ബുക്ക് പോസ്റ്റ് എന്ന് പറയപ്പെടുന്നത് അത് ഇങ്ങനെയാണ്: മൊയ്ലാരെ, ഉമ്മക്കൊരു സംശയം, ഈ നക്ഷത്രവും സാന്താക്ലോസ് തൊപ്പിയും ക്രിസ്തുമസ് കേക്കുമൊക്കെ വിൽക്കുന്ന ഈ ഞമ്മൻ്റെ ആൾക്കാരോട് അത് വിൽക്കരുത് എന്ന് പറഞ്ഞൂടെ? ക്രിസ്തുമസ് കേക്കുണ്ടാക്കുന്ന ബേക്കറികൾ കൂടുതലും ആരുടേതാ? ഞമ്മൻ്റെ ചന്ദനത്തിരി, എണ്ണ, അതൊക്കെ ഈ അമ്പലത്തിൽ കത്തിക്കണം. ഇങ്ങളെ ആഘോഷത്തിന് പറ്റിയ സാധനം മാത്രം വിറ്റാൽ പോരെ? അങ്ങനെയാണെങ്കിൽ ഇങ്ങളെടുത്തുനിന്ന് ഇങ്ങളെ കൂട്ടുകാർ മാത്രം എന്തേലും വാങ്ങിച്ചാൽ മതിയോ? കുങ്കുമം, കർപ്പൂരം, പൊട്ട്, ചന്ദനം, കാവ്യമുണ്ട്, ബർമുട, കറുപ്പുമുണ്ട്, നേരിയത്, ഇനിയല്ല പൊൻകുരിശാകട്ടെ, താലിമാലയാകട്ടെ തുടങ്ങിയ അന്യ മതവിഭാഗങ്ങളുടെ പൂജാവസ്തുക്കൾ വിൽക്കുന്നതൊക്കെ അങ്ങനെയാണെങ്കിൽ ഹറാമല്ലേ? ഉറക്കെ പറയണം, മലബാർ ഗോൾഡുകാരോട് ക്രിസ്ത്യൻ, ഹിന്ദു രൂപങ്ങളടങ്ങിയ ഒരു സ്വർണ്ണത്തരി പോലും വിൽക്കരുതെന്ന്. അരി വാങ്ങാൻ വരുന്നവരോട് പൂജയ്ക്കാണോ എന്ന് പ്രത്യേകം ചോദിക്കാൻ ഈ അരിക്കച്ചവടക്കാരോട് കൂടി പറയണം. പിണ്ടമെപ്പ് നിങ്ങൾക്ക് ഹറാമാണെന്നറിയാം, എങ്കിലും ഹറാമായ കാര്യങ്ങൾ ചെയ്ത് നരകത്തിൽ പോകരുതെന്ന് ബോധ്യപ്പെടുത്തണം. അത്തരത്തിൽ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്. അതാണ് ഈമാൻ്റെ വഴി എന്ന് പറയപ്പെടുന്നത്. ക്രിസ്ത്യൻ, ഹൈന്ദവ സഹോദരങ്ങളോട് ഒരു അഭ്യർത്ഥന: നിങ്ങളുടെ വിശ്വാസപ്രകാരമുള്ള ചടങ്ങുകൾക്കുള്ള വസ്തുക്കൾ അത് ഇസ്ലാം മതവിശ്വാസികളായ കച്ചവടക്കാരിൽ നിന്നും വാങ്ങി അവരെ നരകത്തിലേക്ക് തള്ളിവിടരുത്. അതാണ് അവർക്ക് വേണ്ടി ചെയ്യാവുന്ന ഏറ്റവും നല്ല കാര്യം.
അവരുടെ വിശ്വാസം നമ്മളായിട്ട് ഇല്ലാതാക്കരുത് എന്നാണ്. നന്മ വരട്ടെ. കേക്ക് ഇതുവരെയും വാങ്ങാത്തവർ ശ്രദ്ധിക്കുമല്ലോ എന്ന് പറഞ്ഞാണ് രാമസിംഗൻ തൻ്റെ പോസ്റ്റ് അവസാനിപ്പിക്കുന്നത്. അതായത് ഈ മുസ്ലിം പണ്ഡിതൻ്റെ വീഡിയോയും ഈ പോസ്റ്റിന് ശേഷം അദ്ദേഹം പങ്കുവച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഒരു മതവിശ്വാസത്തിൻ്റെ പേരിൽ ക്രിസ്ത്യാനികൾ ക്രിസ്തുമസ് മാത്രം ആഘോഷിക്കുന്ന ഒരു രാജ്യമാണോ നമ്മുടേത്? എല്ലാ ആഘോഷങ്ങളിലും എല്ലാ മതസ്ഥരും, നാനാജാതി മതസ്ഥരും പങ്കെടുക്കുകയും അതിനെ വലിയ ആഘോഷപൂർവ്വം കൊണ്ടാടുകയും ചെയ്യുന്നു. പലപ്പോഴും ഉത്സവ ആഘോഷങ്ങളുടെ ഭാഗമായിട്ട് മുസ്ലിം, ക്രിസ്ത്യൻ, ഒപ്പം തന്നെ ഹിന്ദുക്കളോടൊപ്പം ചേർന്ന് ആ ആഘോഷങ്ങളിൽ, ഉത്സവ ആഘോഷങ്ങളിലൊക്കെ പങ്കെടുക്കുന്ന കാഴ്ചകൾ നമ്മൾ പലയിടത്തും കണ്ടിട്ടുണ്ട്. അത്തരത്തിലുള്ള കാഴ്ചകളോട് താതാത്മ്യം പ്രാപിക്കുകയാണ് ഇവിടെ എല്ലാ ആഘോഷങ്ങളോടും മലയാളികൾ, മാത്രമല്ല ലോകത്തിലെ സകലമാന ജനങ്ങളും. അങ്ങനെ സകലമാന ജനങ്ങളും ക്രിസ്തുമസ് ആഘോഷിക്കുമ്പോൾ ആ ആഘോഷത്തിനെ വേറിട്ട ആഘോഷമാക്കി മാറ്റേണ്ട കാര്യമുണ്ടോ? ഇങ്ങനെ മതത്തിൻ്റെ പേര് പറഞ്ഞ് ജനങ്ങളെ ഭിന്നിപ്പിക്കാതിരിക്കാൻ ശ്രമിക്കൂ എൻ്റെ മുസ്ലിയാരെ എന്ന് തന്നെയാണ് രാമസിംഹൻ പറഞ്ഞതുപോലെ നമുക്കും പറയുവാനുള്ളത്. കാരണം ഇങ്ങനെ ജനങ്ങളെ നിങ്ങൾ വേർതിരിക്കാതിരിക്കൂ. ആഘോഷങ്ങൾ അവർ ആഘോഷിക്കട്ടെ, അതിൽ സന്തോഷം കണ്ടെത്തട്ടെ. കുറച്ചു നാൾ മാത്രമുള്ള ജീവിതത്തിനിടയിൽ ഇങ്ങനെ സന്തോഷങ്ങൾ മറച്ചു വയ്ക്കാതിരിക്കട്ടെ. ആ നിറയുന്ന മനസ്സോടുകൂടി എല്ലാ ആഘോഷങ്ങളെയും രണ്ട് കൈയോടും നീട്ടി സ്വീകരിച്ച് അവർ മുന്നോട്ട് പോകട്ടെ. താങ്കളെപ്പോലുള്ള അബൂബക്കർ മുസ്ലിയാർ അടക്കമുള്ളവരോട് പറയുവാനുള്ളത്, നിങ്ങളെപ്പോലുള്ള മുസ്ലിയാർമാരുടെ വാദഗതികൾ ചിലപ്പോൾ നല്ല മുസ്ലിം സഹോദരങ്ങൾ കേൾക്കില്ല എന്നുകൂടി പറയട്ടെ. അവരടക്കം വളരെ കൗതുകത്തോടും സന്തോഷത്തോടും ആരാധനയോടും ആഘോഷത്തോടും ആണ് ക്രിസ്മസ് ആഘോഷിക്കുന്നത്. ഈ ആഘോഷത്തിനെ എന്ന് മാത്രമല്ല ഒരാഘോഷത്തിനും അങ്ങനെ മതത്തിൻ്റെ പേരോ നിറമോ കൊടുക്കാതിരിക്കട്ടെ.